blessing today. വെൽക്കം ടു ബ്ലെസ്സിങ് ടുഡേ. ഇന്നത്തെ ഈ ബ്ലെസ്സിങ് ടുഡേ നിങ്ങളുടെ ലൈഫിൽ ഒരു വലിയ ട്രാൻസ്ഫോർമേഷൻ കൊണ്ടുവരട്ടെ എന്ന് ഞാൻ ഉള്ളിൽ പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ എപ്പിസോഡിൻ്റെ സ്പോൺസർക്കായി നമുക്ക് ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കാം. ചന്ദ്രബോസ് ആൻഡ് വിനുമോൾ ഫ്രം സുൽത്താൻ ബത്തേരി. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കാം. പ്രത്യേകിച്ച് ഇന്ന് വിനുമോളുടെ ബർത്ത്ഡേ ആണ്. ഒരുമിച്ച് നമുക്ക് സെലിബ്രേറ്റ് ചെയ്യാം, ഒരുമിച്ച് ആ മകളെ അനുഗ്രഹിക്കാം. കർത്താവ്, ഞങ്ങൾ ഒരുമിച്ച് വിനുമോളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഇന്ന് ജന്മദിനം ആഘോഷിക്കുമ്പോൾ യേശുവിൻ്റെ സകലവിധ അനുഗ്രഹങ്ങളും നിൻ്റെ മകളുടെ മേൽ വന്ന് ഇറങ്ങട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ചന്ദ്രബോസിനായി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ആത്മീയ അനുഗ്രഹങ്ങളും സാമ്പത്തിക നന്മകളും കർത്താവ് നൽകി അങ്ങ് സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വിനുമോൾക്ക് കർത്താവെ നല്ലൊരു ജോലി നൽകണമേ. കർത്താവെ, അവരുടെ മൂത്ത മകൾ ശ്രുതിക്കായി പ്രാർത്ഥിക്കുന്നു. ഒരു വലിയ രോഗസൗഖ്യം നൽകണമേ എന്ന് മാത്രമല്ല, കർത്താവ് തൻ്റെ വിദ്യാഭ്യാസത്തെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. രണ്ടാമത്തെ മകൾ ഷൈമയ്ക്കായി പ്രാർത്ഥിക്കുന്നു. വിദ്യാഭ്യാസത്തെ അനുഗ്രഹിക്കണമേ, നല്ലൊരു ഭാവി നൽകണമേ. ഈ കുടുംബത്തിലെ ഓരോരുത്തരെയും ഈ സമയത്ത് ലോകം എമ്പാടുമുള്ള എല്ലാ പ്രേക്ഷകരും ചേർന്ന് ഇപ്പോൾ അനുഗ്രഹിക്കുന്നു. കർത്താവ് അങ്ങനെ ചെയ്തതിനായി നന്ദി. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. Many happy returns of the day, Vinumol and Chandrabose. Thank you so much for sponsoring today's episode. God bless you all. ഇനി നമ്മൾ മിറക്കിൾസ് ടുഡേയിലേക്കാണ് പോകുന്നത്. മാവേലിക്കരയിൽ നടന്ന ബ്ലെസ്സിങ് ഫെസ്റ്റിവലിൽ നിന്നുള്ള ഒരു മിറക്കിൾസ് ടുഡേയാണ് നിങ്ങൾ കേൾക്കാൻ പോകുന്നത്. ആ വന്ന വ്യക്തി പ്രസാദ് എന്ന പേരുള്ള സഹോദരൻ ഒരു വലിയ ആക്സിഡൻ്റ് ഉണ്ടായി. എന്നാൽ തൻ്റെ കാലിൽ നിന്നുള്ള ആ പസ് വരുന്ന ആ അനുഭവം മാറാതിരിക്കുമ്പോൾ യേശു എങ്ങനെ സൗഖ്യമാക്കി എന്നുള്ളത് നമുക്ക് ഈ സമയത്ത് കേൾക്കാം. ഉള്ളിലെ വിശ്വാസം വർദ്ധിക്കുമെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി കർത്താവ് അതിനേക്കാൾ വൻ കാര്യങ്ങൾ ചെയ്യാൻ പോവുകയാണ്. ഇദ്ദേഹത്തിൻ്റെ പേര് പ്രസാദ് എന്നാണ്. മുതുകുളം എന്ന് പറയുന്ന സ്ഥലത്തു നിന്നാണ് ഇദ്ദേഹം വരുന്നത്. ഇദ്ദേഹം ഒരു ആക്സിഡൻറ്റ് പറ്റിയ വ്യക്തിയാണ്. അതായത് ഇദ്ദേഹം പറയുന്നത് 2012, അതായത് കഴിഞ്ഞ വർഷം മെയ് 31 തൻ്റെ സുഹൃത്തുമായി ബൈക്കിൽ പോവുകയായിരുന്നു. ബൈക്കിന് പുറകിൽ ഇദ്ദേഹം ഇരുന്നത്. പെട്ടെന്ന് പുറകിൽ നിന്ന് വന്ന ഒരു കാർ തങ്ങൾ സഞ്ചരിച്ചിരുന്ന ആ ബൈക്കിന് ഇടിക്കുകയും ഇദ്ദേഹം തെറിച്ച് താഴെ വീണു. അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്, തൻ്റെ വലത്തെ കാലിലാണ് ആ വീഴ്ചയിൽ പരിക്ക് പറ്റിയത്. വീഴ്ചയിൽ വീണ് തൻ്റെ ഈ ഭാഗത്ത്, അതായത് ഈ കണങ്കാലിൻ്റെ ഈ ഭാഗത്ത് എല്ല് പൊട്ടി, വീഴ്ചയിൽ നിലത്ത് അടിച്ച് എല്ല് പൊട്ടി വെളിയിൽ വന്നു. അങ്ങനെ ഭയങ്കരമായ ആക്സിഡൻറ്റ് വന്നു. അതിനുശേഷം ഇദ്ദേഹം പറഞ്ഞ ചെങ്ങന്നൂരുള്ള സെഞ്ച്വറി ഹോസ്പിറ്റലാണ് കൊണ്ടുപോയത്. അവിടെ കൊണ്ടുപോയി ഡോക്ടർമാർ ചെക്ക് ചെയ്ത് അതിനുശേഷം ഓപ്പറേഷൻ എല്ലാം നടത്തി അതിനകത്ത് പ്ലേറ്റും റോഡുമെല്ലാം ഈ ഭാഗത്തിട്ടിരുന്നു. അതിനുശേഷം പിന്നീട് ആ ഭാഗത്ത് പഴുപ്പ് വരാൻ തുടങ്ങി. കുറേ ദിവസം കഴിഞ്ഞു പഴുപ്പ് ഇങ്ങനെ തുടർച്ചയായി പഴുപ്പ് വരുമായിരുന്നു. അങ്ങനെ തൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞു, ഇവിടെ ചികിത്സിച്ചിട്ട് കുറവൊന്നുമില്ലല്ലോ, ഇതിനിടയിൽ ഈ പഴുപ്പ് മാറാൻ വേണ്ടി ഒത്തിരി ആൻറ്റിബയോട്ടിക്സ് ഇംഗ്ലീഷ് മെഡിസിൻസ് കഴിച്ചു. എന്നിട്ടും കുറവുണ്ടായിരുന്നില്ല. 2 ദിവസം കൂടുമ്പോഴെല്ലാം ഈ മുറിവുകൾ പോയി മരുന്ന് വെച്ചെല്ലാം കെട്ടുമായിരുന്നു. ഒരു കുറവും ഉണ്ടായിരുന്നില്ല. പഴുപ്പ് വീണ്ടും ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് തുടർച്ചയായി വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ തൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞിട്ട് നമ്മുടെ എറണാകുളത്തുള്ള അമൃത ഹോസ്പിറ്റലിൽ പോയി. അമൃത ഹോസ്പിറ്റലിൽ പോയപ്പോൾ ഡോക്ടർമാർ പറഞ്ഞത് അകത്ത് ഓപ്പറേഷൻ ചെയ്തു വെച്ച പ്ലേറ്റും ആ റോഡും മുഖാന്തരമാണ് ഈ പഴുപ്പ് വരുന്നതെന്ന് പറഞ്ഞു. അങ്ങനെ അവർ അവിടുത്തെ അമൃതയിലെ ഡോക്ടർമാർ പറഞ്ഞതനുസരിച്ച് ഈ പ്ലേറ്റും റോഡും എല്ലാം എടുത്തു മാറ്റി. പക്ഷേ മരുന്നുകളെല്ലാം കഴിച്ചു. അവിടെയും ഇതേപോലെ 2 ദിവസം കൂടുമ്പോഴെല്ലാം ഡ്രസ്സ് ചെയ്യുമായിരുന്നു. പക്ഷേ തുടർച്ചയായി വീണ്ടും പഴുപ്പും വരുമായിരുന്നു. അങ്ങനെ ഇദ്ദേഹത്തിൻ്റെ ഒരു കസിൻ ബോംബെയിൽ
ഉണ്ടായിരുന്നു. ആ കസിൻ പറഞ്ഞു, ഇനി മരുന്നൊന്നും വെച്ചിട്ട് ഒരു ഫലവും കാണുന്നില്ലോ, ബ്ലെസ്സിങ് ടുഡേ എന്ന് പറയുന്ന ഒരു പ്രാർത്ഥനാ പ്രോഗ്രാമുണ്ട്, നിങ്ങളത് കാണണമെന്ന് പറഞ്ഞു. ഇത് വിളിച്ചു പറയുന്നത് കഴിഞ്ഞ വർഷം നവംബർ മാസത്തിലാണ് ഇത് വിളിച്ചു പറയുന്നത്. അങ്ങനെ അദ്ദേഹം അത് കാണുവാൻ തുടങ്ങി. അങ്ങനെ അദ്ദേഹം തുടർച്ചയായി ഇത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ, ഏത് ദിവസമാണെന്ന് അദ്ദേഹം പറഞ്ഞിട്ടില്ല, പെട്ടെന്ന് ബ്രദർ ഇങ്ങനെ ടി വിയിലൂടെ ഇങ്ങനെ പറഞ്ഞു, ദൈവം നൽകിയ ആ വാക്കുകൾ ഇങ്ങനെയായിരുന്നു: ആക്സിഡന്റ് പറ്റിയിട്ട് സുഖമാകാതെ വ്യക്തിയെ യേശു സൗഖ്യമാക്കുന്നു എന്ന് പറഞ്ഞു. അതുപോലെ ശരീരത്തിലെ അസ്ഥികളിൽ പൊട്ടലുള്ള ചില വ്യക്തികളെ കർത്താവ് സൗഖ്യമാക്കുന്നു. പ്രത്യേകിച്ച് ആക്സിഡൻറ്റിന് ശേഷമായി പൊട്ടലുണ്ടായി, ഇതുവരെ ഒരുപക്ഷെ സർജറി കഴിഞ്ഞ് കാണും, കാസ്റ്റിലിട്ട് കാണും, പക്ഷേ ഇന്ന് വരെ പൂർണ്ണമായ ഒരു പരിഹാരമായിട്ടില്ല. അങ്ങനെയുള്ളവരെ കർത്താവ് ഇപ്പോൾ സൗഖ്യമാക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ ആ പ്രശ്നം മാറിപ്പോട്ടെ. ബ്രദർ അന്ന് പരിശുദ്ധാത്മയിൽ വിളിച്ചു പറഞ്ഞ വാക്കുകൾ അദ്ദേഹം കേട്ടു. മാറാത്ത ഈ അസുഖം സ്വർഗത്തിൽ നമ്മുടെ കർത്താവിനാൽ അത് മാറ്റി. ഇന്ന് ആ വലതുകാലിൽ ആ പാടുകൾ മാത്രമേ ഉള്ളൂ, ഒരു കുഴി മാത്രമേ ഉള്ളൂ. പൂർണ്ണമായും തുടർച്ചയായി വരുന്ന പഴുപ്പ്, ആ 4 മാസമായി തുടർച്ചയായി വരുന്ന ആക്സിഡന്റ് മുഖാന്തരം വന്ന പഴുപ്പ് യേശു കർത്താവ് എടുത്തു മാറ്റി. പൂർണ്ണമായി സൗഖ്യം വന്ന് ഇന്ന് അവിടെ ഒരു പാട് മാത്രമേ ഉള്ളൂ വലത്തെ കാലിൽ. ഈ ഭാഗത്ത് നിന്ന് ആ പഴുപ്പ് വന്നുകൊണ്ടിരുന്നത്. ഓൾറൈറ്റ്. എത്ര നാള് ഇതുപോലെ പഴുപ്പ് വരുമായിരുന്നു? പഴുപ്പ് ഏതാണ്ട് ഒരു 4-5 മാസം കൊണ്ട് പഴുപ്പ് വരുമായിരുന്നു. 4-5 മാസം കൊണ്ട്. അപ്പോൾ ഇംപ്ലാന്റ് എടുത്ത് കഴിഞ്ഞ ശേഷം ഈ പൈപ്പിൽ നിൽക്കുന്നുള്ളൂ എന്ന് പറഞ്ഞു. അത് എടുത്തു കഴിഞ്ഞതിന് ശേഷവും വീണ്ടും പഴുപ്പ് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് ശേഷമാണ് ഈ ബ്ലെസ്സിങ് ഫെസ്റ്റിവൽ കാണാൻ തുടങ്ങി. അങ്ങനെയാണ് ബ്രദർ ഇതുപോലെ പ്രാർത്ഥിച്ചത്. അതിനുശേഷം അത് ഗ്രാജുവലി കുറഞ്ഞു ഇപ്പോൾ 2-3 മാസം കൊണ്ട് യാതൊരു കുഴപ്പമില്ല. 2-3 മാസമായിട്ട് യാതൊരു കുഴപ്പമില്ല. കൈകൾ അടിച്ച് യേശു നന്ദി. 5 മാസമായിട്ട് തുടർച്ചയായി വരുന്ന പഴുപ്പ് നിന്ന് ഇപ്പോൾ 3 മാസമായി പഴുപ്പില്ല, ഒന്നുമില്ല, പൂർണ്ണമായി ഉണങ്ങി ആ കാലം. കർത്താവെ, ഈ സൗഖ്യത്തിനാൽ ഞങ്ങളെല്ലാവരും ചേർന്ന് അങ്ങയെ സ്തുതിക്കുന്നു. എന്നാൽ കർത്താവെ, ഇതേ അവസ്ഥയിൽ ഇപ്പോഴും രോഗിയായിരിക്കുന്ന പലരും കാണും. അവർക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ ഈ സാക്ഷ്യം കാണുന്നവർ ഭവനങ്ങളിലാകാം, ഹോസ്പിറ്റലുകളിലാകാം, എവിടെയാണെങ്കിലും അവിടെ സൗഖ്യമാകട്ടെ. ആക്സിഡൻറ്റോ അതല്ലാതെയോ ഏതെങ്കിലും രോഗത്തിൽ നിന്ന് വിടുതലില്ലാതിരിക്കുന്നവർ ഇതേ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. ദൈവിക വിടുതലുകൾക്കും സൗഖ്യങ്ങൾക്കുമായി നന്ദി. യേശുവിൻ്റെ നാമത്തിൽ ആമേൻ. ഇന്നലെ നമ്മൾ ആരംഭിച്ച ഈ ആഴ്ചയിലെ പ്രത്യേകതയുള്ള ഒരു സന്ദേശ പരമ്പര, ഗോഡ് ഹു റിമെമ്പേഴ്സ് അസ്, നമ്മെ ഓർക്കുന്ന ദൈവം. ഇന്നലെ ചേതോഹരമായ ചില കാര്യങ്ങൾ ദൈവം നമ്മളെ ഓർക്കുന്നതിനെക്കുറിച്ച് നമ്മൾ കേട്ടു. ഇൻട്രൊഡക്ഷനായി ചില കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന ഒരു പുസ്തകമെടുത്ത് ഇപ്പോൾ തന്നെ ഞാൻ പറയുന്ന വേദവചനങ്ങളൊന്ന് എഴുതി വയ്ക്കുക. ഞാൻ പറഞ്ഞു തരുന്നത് വേഗത്തിൽ എഴുതി വെച്ച് തുടർന്ന് നിങ്ങൾക്കത് ധ്യാനിക്കാൻ കഴിയും. ഉൽപ്പത്തി പുസ്തകം 8-ാം അധ്യായം അതിൻ്റെ 1-ാമത്തെ വാക്യത്തിൽ ദൈവം നോഹയെ ഓർത്തു എന്ന് പറയുന്നുണ്ട്. നോഹയും പെട്ടകത്തിലുണ്ടായിരുന്ന സകല സൃഷ്ടിചരാചരങ്ങളെയും ദൈവം ഓർത്തു. എഴുതി വയ്ക്കുക. ഉൽപ്പത്തി പുസ്തകം 21:1 ദൈവം സാറായെ ഓർത്തു. അവൾ മച്ചിയായിരുന്നു, വന്ധ്യയായിരുന്നു, കുഞ്ഞുങ്ങളുണ്ടായിരുന്നില്ല. എന്നാൽ അവളെ ദൈവം ഓർത്തപ്പോൾ അനേക വർഷങ്ങളുടെ കാത്തിരിപ്പിന് ശേഷം അവൾക്ക് ഒരു ഐസക്കിനെ അല്ലെങ്കിൽ ഇസഹാക്കിനെ ലഭിച്ചു. ഉൽപ്പത്തി പുസ്തകം 19-ാം അധ്യായം 29-ാമത്തെ വാക്യം നമ്മൾ നോക്കും. ഗോഡ് റിമെമ്പേർഡ് ഏബ്രഹാം ആൻഡ് സേവ്ഡ് ലോട്ട്. അബ്രഹാമിനെ ഓർത്തിട്ട് ലോത്തിനെ രക്ഷിച്ചു എന്ന് നമ്മൾ കാണുന്നു. 30-ാം അധ്യായം ഉൽപ്പത്തി പുസ്തകം 30:22 നമ്മൾ കാണുന്ന ദൈവം റാഹേലിനെ ഓർത്ത് അവളുടെ ഗർഭം തുറന്ന് ദൈവം അവൾക്ക് ഒരു ജോസഫിനെ കൊടുത്തു. ആ ജോസഫ് പിന്നീട് ഒരു മഹാനായി മാറി, ഇസ്രായേൽ ഒരു ഭരണാധിപനായി മാറി. ഇങ്ങനെ ബൈബിൾ ഉടനീളം നോക്കുമ്പോൾ ദൈവം തൻ്റെ കുഞ്ഞുങ്ങളെ അതത് സമയത്ത് ഓർത്ത് ദൈവം അത്ഭുതങ്ങൾ ചെയ്യുന്നവനാണ്. തുടർന്ന് നമുക്കെല്ലാവർക്കും ചേർന്ന് കൊച്ചിൻ ബ്ലെസ്സിങ് സെൻറ്ററിലേക്ക് പോകാം. ഇന്നലെ കേട്ട സന്ദേശത്തിൻ്റെ തുടർച്ചയായ ഒരു ഭാഗം ഇന്ന് നിങ്ങൾക്ക് കേൾക്കാൻ കഴിയും. അപ്പോൾ തന്നെ ഈ ആഴ്ച മുഴുവൻ ഈ സന്ദേശം കേൾക്കുമ്പോഴും അതിലെ ചില ഭാഗങ്ങൾ മാത്രമേ, കാരണം അനേകം മണിക്കൂറുകൾ കൊണ്ട് നൽകപ്പെട്ട ഒരു സന്ദേശ പരമ്പര ആയതുകൊണ്ട് അതിൻ്റെ ചില ഭാഗങ്ങൾ മാത്രമേ ടെലികാസ്റ്റ് ചെയ്യാൻ സാധിക്കൂ. ഇതിൻ്റെ ഫുൾ
ആയിട്ടുള്ള അതിൻ്റെ സന്ദേശം ആവശ്യമുള്ളവർക്ക് സ്ക്രീനിലെ നമ്പറുകൾ നിങ്ങൾ വിളിച്ച് ആവശ്യപ്പെടാം. ഇതിന് ശേഷം നിങ്ങൾക്ക് വിളിക്കാം. അതിൻ്റെ മുഴുവൻ സന്ദേശം അനേക പ്രാവശ്യം കേട്ട് നമ്മെ ഓർക്കുന്ന ദൈവത്തെ കൂടുതൽ വിശ്വസിക്കാൻ അത് മുഖാന്തരം ഇടയാകും. അവസാനം ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. Exodus chapter 2 and verse number 24. പുറപ്പാട് പുസ്തകം 2-ാം അധ്യായത്തിന്റെ 24-ാമത്തെ വചനം. God remembered the people of Israel. ദൈവം ഇസ്രായേൽ ജനത്തെ ഓർത്തു. God remembers his people. ദൈവം തന്റെ ജനത്തെ ഓർത്തു. Hallelujah. Hallelujah. How many of you are in the group called the people of God? നിങ്ങളിൽ എത്ര പേർ, ഇവിടെ ഇരിക്കുന്നവരിൽ എത്ര പേർ ഞാൻ ദൈവത്തിന്റെ ജനമാണെന്ന് പറയുന്നവരുണ്ട്? അവരുടെ കൈകളൊന്ന് കാണട്ടെ. In those days, God's people were living in reproach. ആ കാലഘട്ടങ്ങളിൽ ദൈവത്തിന്റെ ജനം നിന്ദയിലാണ് ജീവിച്ചിരുന്നത്. They had become slaves in a foreign land. മറ്റൊരു വിദേശ രാജ്യത്ത് അവരെ അടിമകളായിട്ടാണ് പ്രവർത്തിച്ചിരുന്നത്. They had great prayer meetings. അവർക്ക് വലിയ വലിയ പ്രാർത്ഥനാ യോഗങ്ങൾ They ഉണ്ടായിരുന്നു. preached great things. അവർ വലിയ കാര്യങ്ങൾ പ്രസംഗിച്ചിരുന്നു. They talked about a big God who was the creator of the universe. അവർ പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവിനെ കുറിച്ച് വലിയവായി പ്രസംഗിച്ചിരുന്നു. They spoke big things. അവർ വലിയ വലിയ കാര്യങ്ങളാണ് പ്രസംഗിച്ചത്. But in the experiential realm, they were going through miserable times. എന്നാൽ അവരെ അനുഭവഭേദ്യമാകുന്ന അവരുടെ കാര്യത്തിൽ അവർ വളരെ പ്രയാസത്തിന്റെ അനുഭവത്തിലൂടെ പോകുകയായിരുന്നു. Hello, are you listening to me? എത്ര പേര് എന്നെ ശ്രദ്ധിച്ചു കേൾക്കുന്നുണ്ട്? They were saying big things. അവർ ഒത്തിരി വലിയ വലിയ കാര്യങ്ങൾ പറയുന്നു. Saying big prayers. വലിയ വലിയ പ്രാർത്ഥനകൾ പ്രാർത്ഥിക്കുന്നു. Great songs. വലിയ വലിയ പാട്ടുകൾ പാടുന്നു. Great worship services. ഒത്തിരി വലിയ ആരാധന യോഗങ്ങൾ നടത്തുന്നു. But they were നടത്തുന്നു. living in utter poverty. എന്നാൽ അവർ ജീവിക്കുന്നത് വളരെ ദാരിദ്ര്യ അനുഭവത്തിലായിരുന്നു. So many hours a day they worked, they toiled and moiled, but with no salary. അവർ ഓരോ ദിനരാത്രങ്ങൾ മുഴുവൻ കഠിനമായി അധ്വാനിച്ചെങ്കിലും ആ വിദേശ രാജ്യത്ത് അവർക്ക് ശമ്പളമൊന്നും ലഭിച്ചിരുന്നില്ല. Hello. And people asked, where is your God? മറ്റുള്ള ആളുകൾ ചോദിച്ചു, ഈ പ്രസംഗിക്കുന്ന ആളുകളോട് ചോദിച്ചു, നിങ്ങളുടെ ദൈവം എവിടെ? If your God is a good God, will this happen to you? നിങ്ങളുടെ ദൈവം നല്ലവനായിരുന്നെങ്കിൽ നിങ്ങൾക്ക് ഇത് സംഭവിക്കുമായിരുന്നോ? Oh, you have big സുവിശേഷം, but what is your life like? നിങ്ങൾക്ക് വലിയ വലിയ സുവിശേഷമുണ്ട്, പക്ഷെ നിങ്ങളുടെ ജീവിതം എന്താ ഇങ്ങനെ ഇരിക്കുന്നേ? It was a big question. അതൊരു വലിയ ചോദ്യചിഹ്നമായിരുന്നു. But God remembered his people. എന്നാൽ ദൈവം തന്റെ ജനത്തെ ഓർത്തു. Leo Tolstoy once said, God sees the truth but waits. ഒരിക്കൽ ലിയോ ടോൾസ്റ്റോയ് എന്ന് പറയുന്ന കഥാകാരൻ പറഞ്ഞിട്ടുള്ളത്, ദൈവം സത്യം അറിയുന്നു എങ്കിലും കാത്തിരിക്കുന്നു. God is not in a hurry. ദൈവത്തിന് ഒരിക്കലും ധൃതിയില്ല. God is not busy like we are. നമ്മളെ പോലെ ബിസി ആയിട്ടുള്ള ആളല്ല. God is not doing in a haste like we are doing. നമ്മൾ ഇങ്ങനെ ധൃതി പിടിക്കുന്നത് പോലെ ദൈവം ഒരിക്കലും അങ്ങനെ ധൃതി പിടിക്കുന്നില്ല. Look at me please. ദയവായി എന്റെ മുഖത്തേക്ക് നോക്കിയാലും. God has set his own time. ദൈവം ഒരു സമയം സകല കാര്യത്തിനും നിയമിച്ചിട്ടുണ്ട്. His calendar is not Malayalam Manorama calendar or Madhrubhumi calendar. അവന്റെ കലണ്ടർ എന്നുള്ളത് മലയാള മനോരമയുടെയോ മാതൃഭൂമിയുടെയോ കലണ്ടർ പോലെയല്ല. His calendar is an eternal calendar. അവന്റെ കലണ്ടർ എന്നുള്ളത് അതൊരു നിത്യമായ കലണ്ടറാണ്. And there is a timeline before him. അതിനകത്ത് ഒരു സമയപരിധി ഓരോന്നിനും വെച്ചിട്ടുണ്ട്. In the prefixed time he will do everything beautifully in his time. അവൻ അങ്ങനെ വെച്ചിട്ടുള്ള ആ സമയത്ത് അവൻ സകലവും അവന്റെ സമയത്ത് ഭംഗിയായി ചെയ്യുന്നു. Now one day the time was up. ഒരു ദിവസം സമയമായി. He was in heaven. അവൻ സ്വർഗ്ഗത്തിൽ ഇരിക്കുകയാണ്. He looked down. അവൻ താഴേക്ക് നോക്കി. He saw the place called Egypt. അവിടെ ഈജിപ്റ്റ് എന്ന പേരുള്ള ആ സ്ഥലത്തേക്ക് അവൻ നോക്കി. And there is the palace of Pharaoh. അവിടെ നോക്കുമ്പോൾ അതാ ഫറവോന്റെ ഒരു കൊട്ടാരം നിൽക്കുന്നു. And his people were struggling. അവിടെ തന്റെ ജനം അവിടെ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. God said, ദൈവം പറഞ്ഞു, now it is time for me to get into the scene. ഇനി ഇപ്പോൾ ആ പ്രശ്നത്തിലേക്ക് ഇടപെടാനുള്ള എന്റെ സമയമായി. And he came down. അവൻ അവിടേക്ക് ഇറങ്ങിച്ചെന്നു. God remembered his people. ദൈവം തന്റെ ജനത്തെ അപ്പോൾ ഓർത്തു.
days are coming, I prophesy. ഞാൻ നിങ്ങളെ പ്രവചിച്ചു പറയാം, ദിവസങ്ങൾ വരുന്നുണ്ട്. Days are coming and you will say, God remembered me too. ഓ ദൈവം എന്നെയും ഓർത്തു എന്ന് പറയുന്ന ദിവസങ്ങൾ ദൈവം നിനക്ക് വേണ്ടി കരുതി വെച്ചിട്ടുണ്ട്. Days are coming. ദിവസങ്ങൾ വരുന്നുണ്ട്. When God remembered his people, he gave them an exodus. ദൈവം തന്റെ ജനത്തെ ഓർത്തപ്പോൾ ദൈവം അവർക്കൊരു പുറപ്പാടിനെ നൽകി. You know, the plan of God was great. How to take his people out from the house of slavery. He had set everything meticulously. He had planned out everything. ദൈവത്തിന്റെ പദ്ധതികൾ വളരെ വിചിത്രമായ പദ്ധതികളാണ്. ദൈവം തന്റെ ജനത്തെ പുറത്തേക്ക് കൊണ്ടുവരുമ്പോൾ ആ ജനത്തെ കൊണ്ട് നടത്തേണ്ട വഴികൾ, അവരെ എത്തിക്കേണ്ട സ്ഥലങ്ങൾ എല്ലാം ദൈവം വ്യക്തമായി പ്ലാൻ ചെയ്തിരുന്നു, പദ്ധതി ചെയ്തിരുന്നു. 400 plus years my people worked for this man called Pharaoh. ഫറവോൻ എന്ന് പറയുന്ന ആ വ്യക്തിക്ക് വേണ്ടി, അവന്റെ രാജ്യത്തിന് വേണ്ടി 400 വർഷം എന്റെ ജനം, എന്റെ അബ്രഹാമിന്റെ സന്തതികൾ പണിയെടുത്തിട്ടുണ്ട്, കൂലിയില്ലാതെ പണിയെടുത്തു. Guys, you cannot simply leave my people like that. You have to settle the account first. അതുകൊണ്ട് ഫറവോനോട് ദൈവം തീരുമാനിക്കുകയാണ്, എടാ മോനെ, നീ ചുമ്മാ എന്റെ ജനത്തെ വിട്ടാ പറ്റില്ല. എന്റെ ജനത്തോടുള്ള കണക്ക് നീ അക്കൗണ്ട് സെറ്റിൽ ചെയ്തിട്ടേ വിടാൻ പറ്റുള്ളൂ. Give them all the salary. അവരുടെ എല്ലാ സാലറി ശമ്പളവും തരിക. Give them extra payment for all the overtime. ഓവർ ടൈം വർക്ക് ചെയ്തതിന്റെ എല്ലാം എക്സ്ട്രാ പണം തരിക. Take the PF. അവരുടെ PF വേണം. Take the gratuity. ഗ്രാറ്റുവിറ്റി വേണം. HRA, DA. HR വേണം, DA വേണം. Everything, settle the account. എല്ലാ കാര്യങ്ങളും 400 വർഷത്തിന്റെ 430 വർഷത്തിന്റെ ഇപ്പോൾ അക്കൗണ്ട് സെറ്റിൽ ചെയ്യണം. That's why God said, go to your neighbor, get all the gold and silver and everything. അതുകൊണ്ടാണ് ദൈവം അവിടെ അക്കൗണ്ട് സെറ്റിൽ ചെയ്യാൻ തന്റെ ജനത്തോട് പറഞ്ഞു, അയൽവക്കക്കാരുടെ അടുത്ത് പോയിട്ട് സ്വർണവും വെള്ളിയും എല്ലാം വാങ്ങിക്കുവാൻ പറഞ്ഞു. ഹലോ. And that night, അന്ന് രാത്രിയിൽ all their wages were given back to them. അവരുടെ സകല ശമ്പളവും അവർക്ക് തിരികെ ലഭിച്ചു. Our God is a just God. നമ്മുടെ ദൈവം നീതിമാനായ ദൈവമാണ്. If you worked in a factory, in a company, under some person, and if you are not paid full, the day is coming, God will settle his accounts. നിങ്ങൾ ഒരു കമ്പനിയിലോ ഒരു സ്ഥാപനത്തിലോ വർക്ക് ചെയ്തിട്ട് നിങ്ങളുടെ ശമ്പളം നിങ്ങൾക്ക് ശരിയായ വിധത്തിൽ കിട്ടുന്നില്ല എങ്കിൽ ദൈവത്തിന് ഒരു സമയമുണ്ട്, നിന്റെ അക്കൗണ്ട് സെറ്റിൽ ചെയ്യുന്ന ഒരു സമയം വരുന്നുണ്ട്. Do you believe that? നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? Hallelujah. Hallelujah. Praise the Lord. Hallelujah. Hallelujah. And I'm here to tell you something great. ഞാൻ ഇവിടെ ചില കാര്യങ്ങൾ നിങ്ങളോട് പ്രസ്താവിക്കാൻ പോകുകയാണ്. If your life has been suffering and suffering and suffering and suffering, an exodus is on the way. നിങ്ങളുടെ ജീവിതം നിങ്ങൾ വല്ലാത്ത വിധത്തിൽ നിങ്ങൾ കഷ്ടപ്പെട്ട് പ്രയാസപ്പെട്ട് പോകുന്ന ഒരു വ്യക്തിയാണോ എങ്കിൽ നിങ്ങൾക്ക് ആ പ്രശ്നത്തിൽ നിന്നൊരു പുറപ്പാടിന്റെ സമയം ഇതാ വന്നുകൊണ്ടിരിക്കുകയാണ്. Are you tormented under some taskmasters today? ഇന്ന് ഏതെങ്കിലും നിങ്ങളെ ടാസ്ക് മാസ്റ്റേഴ്സിന്റെ കീഴിൽ നിങ്ങൾ ഇപ്പോൾ വളരെ പ്രയാസം അനുഭവിക്കുന്നുണ്ടോ? Your exodus is coming. നിന്റെ പുറപ്പാടിത വരികയാണ്. You will be completely out of the land of bondages. നിങ്ങൾ ഇന്ന് പ്രയാസത്തിന്റെ ആ രാജ്യത്ത് നിന്ന് പുറത്തു വരാൻ പോകുകയാണ്. You will not have to suffer like this every time, always. എല്ലായ്പ്പോഴും നിങ്ങൾ ഇതുപോലെ ഇനി അനുഭവിക്കേണ്ടതായി വരികയില്ല. Because our God is a God who sets his people free. കാരണം എന്തെന്ന് ചോദിച്ചാൽ ദൈവം എന്ന് പറയുന്ന ഒരുവൻ അവൻ തന്റെ ജനത്തെ കഷ്ടങ്ങളിൽ നിന്ന് ബന്ധനങ്ങളിൽ നിന്ന് പുറത്തു കൊണ്ടുവരുന്നവനാണ്. Shout amen. എത്ര പേർ കൈകൾ ഉയർത്തി ആമേൻ. Hallelujah. Hallelujah. 1 Samuel chapter 1 verse number 19. 1 ശമൂവേലിന്റെ പുസ്തകം 1-ാം അധ്യായത്തിന്റെ 19-ാമത്തെ വചനം. There is a lady called Hannah. അവിടെ ഹന എന്ന പേരിൽ ഒരു സ്ത്രീ ഉണ്ട്. Again she had no children. അവിടെ ആ സ്ത്രീക്കും കുട്ടികളില്ല. But she was a praying woman. എന്നാൽ അവൾ പ്രാർത്ഥിക്കുന്ന ഒരു സ്ത്രീയായിരുന്നു. I said praying woman. ഞാൻ പറഞ്ഞത് എന്താണ്? പ്രാർത്ഥിക്കുന്ന ഒരു സ്ത്രീയായിരുന്നു. Hello. How many praying women in this house? ഈ ദൈവാലയത്തിനകത്ത് എത്ര പ്രാർത്ഥിക്കുന്ന സ്ത്രീകളുണ്ട്? അവരുടെ കൈകളൊന്ന് കാണട്ടെ. If you are a praying woman, നിങ്ങൾ ഒരു പ്രാർത്ഥിക്കുന്ന സ്ത്രീയാണെങ്കിൽ
Oh my God, miracles are on the way. ഓ അത്ഭുതങ്ങൾ നിനക്കായി ദൈവം If you വെച്ചിരിക്കുകയാണ്. have never seen miracles, you will see miracles. ഇന്നുവരെ നിങ്ങൾ അത്ഭുതങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങൾ അത്ഭുതങ്ങൾ ഇനി കാണാൻ If you പോകുന്നതേ are a ഉള്ളൂ. praying man, നിങ്ങളൊരു പ്രാർത്ഥനാ മനുഷ്യനാണോ? let me tell you something. ഞാൻ നിങ്ങളോട് ചില കാര്യങ്ങൾ കൂടെ പറയാം. All the prayers that you have prayed day in and day out are stored up in heaven. നിങ്ങൾ ഓരോ ദിവസവും നിങ്ങൾ പ്രാർത്ഥിക്കുന്ന നിങ്ങളുടെ പ്രാർത്ഥനകൾ സ്വർഗ്ഗത്തിൽ അത് ശേഖരിക്കപ്പെട്ടിരിക്കുകയാണ്. Hallelujah. Hallelujah. One day God will remember you and your prayers. ദൈവം ഒരു ദിവസം നിങ്ങളെയും നിങ്ങളുടെ പ്രാർത്ഥനകളെയും ഓർക്കും. God remembered this lady called Hannah and gave her a son called Samuel. ഇവിടെ ദൈവം ഹന്നയെ ഓർത്തു, അവളെ ദൈവം അനുഗ്രഹിച്ചു. ശമൂവേൽ എന്ന പേരുള്ള ഒരു ബാലനെ നൽകി. And this boy became a great prophet in the eyes of the Lord from Dan to Beersheba. അങ്ങനെ ഈ ആൺകുട്ടി ദാൻ മുതൽ ബെർശേബ വരെ ദൈവത്തിന്റെ കണ്ണിൽ അവന് പ്രസാദമുള്ളത് ചെയ്ത പ്രസിദ്ധനായി തീർന്നു. Hallelujah. Hallelujah. Praise the Lord. Praise the Lord. Samuel was a latecomer into this world. ഈ ലോകത്തിലേക്ക് വരാൻ വൈകി വന്ന ഒരു പൈതലായിരുന്നു ശമൂവേൽ. But all such latecomers became great men in the world. എന്നാൽ എല്ലായ്പ്പോഴും ഓർക്കുക, എപ്പോഴും വൈകി വരുന്ന വ്യക്തികളെല്ലാം സമൂഹത്തിലെ ഏറ്റവും മഹാന്മാരായി തീരാറുണ്ട്. Why? Because belated blessings are big blessings. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ വൈകി വരുന്ന അനുഗ്രഹം വലിയ അനുഗ്രഹമാണ്. So this morning I challenge you to take away all your murmurings and start praising the Lord in faith and hope. അതുകൊണ്ട് നിങ്ങളുടെ എല്ലാവിധമായ പിറുപിറുക്കളെ മാറ്റിക്കളഞ്ഞിട്ട് ഹൃദയത്തിൽ വിശ്വാസവും അതുപോലെ പ്രത്യാശയും നിറച്ചുകൊണ്ട് ദൈവത്തെ സ്തുതിക്കാൻ ആരംഭിക്കുക. Hallelujah. Hallelujah. ഒന്ന് ശമൂവേൽ 1:19 പഴയ നിയമത്തിൽ നമ്മൾ വായിക്കുമ്പോൾ ദൈവം ഹന്നയെ ഓർത്തു. ഒരു ശമൂവേൽ എന്ന അനുഗ്രഹിക്കപ്പെട്ട അഭിഷിക്തനെ നൽകി. കുഞ്ഞുങ്ങളില്ലാത്തവരോട് ഞാൻ പറയട്ടെ, നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ വൈകിയെന്ന് പറഞ്ഞാൽ ദൈവം തരാൻ പോകുന്ന സന്തതികൾ, ദൈവം തരാൻ പോകുന്ന തലമുറകൾ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ടതായിരിക്കും. നിങ്ങളെ ദൈവം മറന്നിട്ടില്ല. സഹോദര സഹോദരി, നിങ്ങളുടെ പ്രാർത്ഥനകൾ ദൈവം അവഗണിച്ചിട്ടില്ല. ദൈവത്തിൻ്റെ സമയത്ത് മറ്റുള്ളവർ പോലും അസൂയപ്പെടുമാറ് വലിയ അനുഗ്രഹങ്ങൾ പിന്നാലെ വരുന്നുണ്ട്. ഞാൻ ഈ സമയത്ത് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. കർത്താവ് യേശുവിൻ്റെ നാമത്തിൽ ആസ്മ രോഗം സൗഖ്യമാകട്ടെ, ന്യൂമോണിയ സൗഖ്യമാകട്ടെ, ബ്രോങ്കൽ പ്രോബ്ലംസ് യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. വിട്ടുമാറാത്ത കോഫ് എന്ന് വെച്ചാൽ ഭയങ്കരമായി നിങ്ങൾ ചുമച്ച് ചില സമയത്ത് കണ്ണെല്ലാം പുറത്തേക്ക് തള്ളി വന്ന് അറിയാതെ തന്നെ യൂറിൻ പാസ് ചെയ്തു പോകുന്ന രീതിയിലുള്ള ഫിറ്റ് ഓഫ് കോഫ്. ഐ കമാൻഡ് ദാറ്റ് സ്പിരിറ്റ് ഓഫ് ഡിസീസ് ടു ലീവ് ദാറ്റ് പേഴ്സൺ. യേശുവിൻ്റെ നാമത്തിൽ ആ വ്യക്തി ഇപ്പോൾ സൗഖ്യമാകട്ടെ. താങ്ക് യു ലോർഡ്. യൂട്രസിനകത്തുള്ള മുഴകൾ, അതുപോലെ ഓവറിയിലുള്ള സിസ്റ്റുകൾ, കുടലിലുള്ള അൾസറുകൾ, അസിഡിറ്റി പ്രോബ്ലം, അങ്ങനെയുള്ളതെല്ലാം സൗഖ്യമാകട്ടെ. കുഞ്ഞുങ്ങളില്ലാത്തവർക്ക് യേശുവിൻ്റെ നാമത്തിൽ പൈതങ്ങൾ, അനുഗ്രഹിക്കപ്പെട്ട പൈതങ്ങൾ പിറക്കട്ടെ. എല്ലാവിധ ക്യാൻസറുകളും മാറിപ്പോകട്ടെ. വിട്ടുള്ള പനി യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. ബ്രെയിൻ ട്യൂമർ സൗഖ്യമാകട്ടെ. രക്തക്കുഴലുകൾ അടഞ്ഞു പോകുന്നത് തുറക്കപ്പെടട്ടെ യേശുവിൻ്റെ നാമത്തിൽ. ഹാർട്ടിൻ്റെ വാൽവുകളിലുള്ള ബ്ലോക്കുകൾ സൗഖ്യമാകട്ടെ, തുറക്കട്ടെ. വെരിക്കോസ് വെയിൻ സൗഖ്യമാകട്ടെ. പൈൽസ് രോഗം സൗഖ്യമാകട്ടെ. ഞാൻ പേര് പറഞ്ഞില്ലെങ്കിൽ പോലും നിങ്ങളുടെ രോഗങ്ങൾ ഇപ്പോൾ വിശ്വസിക്കുക, അത് മാറിപ്പോകുന്നു. വിശ്വാസത്താൽ യേശുവിൻ്റെ രോഗസൗഖ്യത്തെ നിങ്ങൾ സ്വീകരിക്കുക. കർത്താവ് യേശുവിൻ്റെ നാമത്തിൽ ദൈവം നീ ചെയ്തതിനായി നന്ദി പറയുന്നു. എല്ലാ അനുഗ്രഹങ്ങളാലും നിറയ്ക്കുന്നതിനാൽ നന്ദി പറയുന്നു. താങ്ക് യു ഫാദർ, താങ്ക് യു ജീസസ്. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ഈ വെള്ളിയാഴ്ച നമ്മുടെ ബ്ലെസ്സിങ് ഫെസ്റ്റിവൽ നടക്കുന്നത് കോഴഞ്ചേരിയിലാണ്. വരണം. അടുത്ത ദിവസം ശനിയാഴ്ച കാട്ടാക്കടയിൽ, ഞായറാഴ്ച സിസ്റ്റർ ഷമ, ഈ ആഴ്ചയിൽ
പറവൂർ ബ്ലെസ്സിങ് സെൻറ്ററിൽ ഉണ്ടായിരിക്കും. ആ പരിസരങ്ങളിൽ വന്നു ചേരാവുന്നവരെല്ലാം അവിടെ വന്നു ചേർന്ന് അനുഗ്രഹം പ്രാപിക്കണം. കർത്താവ് നിങ്ങൾ ഒത്തിരി അനുഗ്രഹിക്കട്ടെ. സന്ദേശം നാളെ തുടരുകയാണ്. മറ്റുള്ളവരോടുകൂടെ പറയണം, അസൂയില്ലെങ്കിൽ പറയണം. കർത്താവ് ഒത്തിരി അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു. സീ യു ടുമോറോ. ബൈ. ഇന്നത്തെ ബൈബിൾ ആൻഡ് യുവിലേക്ക് സ്വാഗതം. ഇന്നത്തെ ചോദ്യം, ആരുടെ വിശ്വാസം പോകാതിരിക്കാൻ വേണ്ടിയാണ് യേശു പ്രാർത്ഥിച്ചത്? For whom did Jesus pray that his faith fail not? ഓപ്ഷൻ എ യാക്കോബിന്റെ, ബി യോഹന്നാന്റെ, സി യൂദായുടെ, ഡി ആരുടെയുമല്ല. നിങ്ങളുടെ ഉത്തരങ്ങൾ 9645221221 എന്ന നമ്പറിലേക്ക് SMS ചെയ്യുക. SMS ചെയ്യേണ്ട ഫോർമാറ്റ് BT സ്പേസ് ഓപ്ഷൻ എ, ബി, സി ഓർ ഡി. ശരി ഉത്തരം അയക്കുന്നവർക്ക് ഓയം ബുക്സ് നൽകുന്ന നല്ല നല്ല സമ്മാനങ്ങൾ ഞങ്ങൾ അയച്ചു തരുന്നതാണ്. പ്രാർത്ഥനയ്ക്കും മറ്റ് വിവരങ്ങൾക്കുമായി ഇപ്പോൾ തന്നെ വിളിക്കുക 0484 4222 111 0484 422 ഞങ്ങളുടെ വെബ്സൈറ്റുകൾ www.themasterministries.org, www.blessingtoday.tv, ഇമെയിൽ info@blessingtoday.tv. ഞങ്ങളുടെ അഡ്രസ് ബ്ലെസ്സിംഗ് ടുഡേ, പോസ്റ്റ് ബോക്സ് നമ്പർ 2215, ഇടപ്പള്ളി PO, കേരള, ഇന്ത്യ 682024.